ഹലോ, ഇത് കണ്ടോ? ഇത് കറുത്ത കണ്ണൻ ചേമ്പ്. ഇതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ വയലറ്റ് നിറത്ത് നിൽക്കും. ഇത് മൂത്ത് നിൽക്കുക. അപ്പോൾ ഇത് പറിച്ച് കറി വെക്കാം. കണ്ണൻ ചേമ്പ് ഞാൻ പറിച്ച് കൊണ്ടുവന്നു. ഇതിനി ചിരണ്ടി എടുത്ത് കറി വെക്കാം. ഇതിന് കൊച്ചു ചേമ്പ്, കണ്ണൻ ചേമ്പ്, ചെറുചേമ്പ് അങ്ങനെയൊക്കെ പറയും. ഞങ്ങളിവിടെ ഇതിന് കറുത്ത കണ്ണൻ ചേമ്പെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചിരണ്ടി എടുത്ത് കറി വെക്കാം. കണ്ണൻ ചേമ്പ് ഇവിടെ ചിരണ്ടി ഞുറുക്കി കഴുകിയൊക്കെ ഞാനൊരു ചട്ടിക്കകത്ത് എടുത്ത് വെച്ചു. ഇത് വെള്ളം ഒഴിച്ച് അടുപ്പേ വെക്കാം. നെകക്ക വെള്ളം ഒഴിക്കണം. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇത് ഊറ്റിക്കളയണം. കണ്ണൻ ചേമ്പ് ഇവിടെ തിളച്ചു. ഇതിനി ഊറ്റിക്കളയാം. ഇത് ഊറ്റിയെടുത്തുകൊണ്ട് വരാം. ചേമ്പ് ഊറ്റിക്കളഞ്ഞെടുത്തു. ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിക്കണം. വെള്ളമൊഴിച്ചു. ഒരു കഷ്ണം കുടംപുളിയും കൂടെ ഇടണം. കുടംപുളി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് ഇതിനി വേകട്ടെ. ചേമ്പ് വേകുന്ന സമയത്ത് അരപ്പ് അരച്ചുകൊണ്ട് വരാം. അതിനായി തേങ്ങ, കാൽമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കാന്താരി മുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി 2 കഷ്ണം, കറിവേപ്പില, ഒരു നുള്ളു ജീരകം. ജീരകം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒരു നുള്ളു ജീരകം കൂടി എടുത്തു. ഇത് തരിതരിപ്പായിട്ട് അരച്ചു കൊണ്ടുവരണം. അപ്പം ഇത് അരച്ചു കൊണ്ടുവരാം. കണ്ണൻ ചേമ്പ് വെന്തു. പുളിയൊക്കെ പിടിച്ച് ശരിക്കും വെന്തു. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് ചെറുതായിട്ടൊന്ന് തിള വരട്ടെ. ചേമ്പ് കറി ഇവിടെ തിളച്ചു. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു കറിവേപ്പിലയും കൂടെ മേലെ വെക്കാം. ഇനി ഇത് മൂടി വെക്കാം. അതിൻ്റെ സ്വാദൊക്കെ ഒന്ന് ക്രമീകരിച്ച് വരട്ടെ. അപ്പോൾ ഇത് വേറെ രീതിയിലും വെക്കും. തേങ്ങ അരയ്ക്കാതെ മുളകും മല്ലിയും വറുത്ത് അരച്ച കുടംപുളി ഇട്ടും വെക്കും. അങ്ങനെയും വെക്കും. ചേമ്പ് കറി ഇവിടെ തണുത്തു. സെർവ് ചെയ്യാം. കുറച്ചെടുത്ത് നോക്കട്ടെ. നല്ല കുറുകി ഇപ്പം കണ്ടോ? അപ്പോൾ സ്വാദിഷ്ടമായ ചെറു ചേമ്പ് കറി ഇവിടെ റെഡിയായി. പണ്ടൊക്കെ ഇത് വെക്കും. ഇപ്പം ആരെങ്കിലും വെക്കുമോ എന്നറിയത്തില്ല. നമ്മുടെ പറമ്പിലുണ്ടായിരുന്ന കാരണം ഞാൻ എടുത്ത് കറി വെച്ചു. ഇന്നത്തെ സ്പെഷ്യൽ കണ്ണൻ ചേമ്പ് കറി. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത